രാജ്യങ്ങളിൽ ഇപ്പോൾ യുദ്ധങ്ങൾ ശക്തമാകുന്ന ഒരു അവസരത്തിൽ പല രാജ്യങ്ങളുടെ ഭരണവും ഇപ്പോൾ തലകീഴായിട്ടാണ് നടക്കുന്നത്. കാരണം പല കാര്യങ്ങൾ ചെയ്യേണ്ടതും അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടതെല്ലാം ഇപ്പോൾ മാറിയും മറിഞ്ഞും തിരിഞ്ഞും എല്ലാം പോവുകയാണ്. യൂറോപ്പും അമേരിക്കയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പിടിമുറുക്കത്തിൽ ഏറെ കുറഞ്ഞതുമായ അളവിലുള്ള വലതുപക്ഷ രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇടതുപക്ഷം ലാറ്റിൻ അമേരിക്കയിലും ശ്രീലങ്കയിലുമായി ദുർബലമാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഉള്ളത് തന്നെ കമ്മ്യൂണിസ്റ്റ് മോഡൽ ഇടതുപക്ഷമല്ല, സോഷ്യൽ ഡെമോക്രാറ്റിക് ഫോഴ്സുകൾ തന്നെയാണെന്നതും വളരെയധികം ശ്രദ്ധേയമാണ്. പക്ഷേ ലോകത്തെ രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ചേർന്ന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അതാണ് ചൈനയും വടക്കൻ കൊറിയയും. ഷീ ജിൻപിങ് എന്ന ഏകാധിപതി ചൈനയുടെ പ്രസിഡന്റ് അല്ല, CEO ആണെന്നാണ് പൊതുവെ പറയുന്നത്. റെഡ് ക്യാപിറ്റലിസത്തിലൂടെ ചൈന വൻ ശക്തിയാവുന്നത് പോയ വർഷവും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കിയാണ് വടക്കൻ കൊറിയയും അതിലെ ഏകാധിപതി കിങ് ജോങ് ഉന്നും ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത്. ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് മാജിക്ക് തുടരുന്നതും 2024 നമ്മൾ കണ്ടതാണ്. നില ഏറെ മെച്ചപ്പെടുത്തിയ പ്രതിപക്ഷത്തിന് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്നും ആശ്വസിക്കാം. ഭാരതത്തെ വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയാക്കാൻ മോദിയും ടീമിനും കഴിഞ്ഞുവെന്നത് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഒരു സത്യം തന്നെയാണ്. പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അടക്കമുള്ള രാഷ്ട്രങ്ങൾ സാമ്പത്തിക കുഴപ്പങ്ങളിൽ നട്ടം തിരിയുമ്പോൾ ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയെ കുതിക്കുകയാണ്. അതുപോലെ അമേരിക്കയിലെ അടക്കം ജനം സാമ്പത്തിക നേട്ടം മാത്രം മുന്നിൽ കണ്ട വോട്ട് ചെയ്ത വർഷമാണ് 2024. ഈ കഴിഞ്ഞ വർഷം ലോകരാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന നായകന്മാരെയും വില്ലന്മാരെയും നമുക്കറിയാം. 2024 കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വർഷമെന്നാണ് വേൾഡ് പൊളിറ്റിക്സ് അവലോകനം ചെയ്യുന്ന ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. 4 വാർഡും ശത്രുക്കൾ, സ്വന്തം പാർട്ടിയിൽ പ്രതിസന്ധികൾ, അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം മറ്റൊരു ഭാഗത്ത്. ഇതിനിടയിലും സമചിതയോടെ ഇസ്രായേലിനെ നയിക്കുകയും അതിന്റെ ശത്രുക്കളെ ഒന്നൊന്നായി കാലപുരിക്കെത്തിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്ത ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഈ വർഷത്തെ പൊളിറ്റിക്കൽ സൂപ്പർ ഹീറോ. പക്ഷെ 2023 അവസാനിച്ചിരുന്നത് ഇസ്രായേലിന്റെ കണ്ണീര് കൊണ്ടായിരുന്നു. ഒക്ടോബർ 7 തങ്ങളുടെ പുകൾപ്പറ്റ അയൺ ഡോമിനെയും കാവൽസേനയും നോക്കുകുത്തികളായി ഹമാസ് ഭീകരർ അതിർത്തി കടന്നെത്തി കൊള്ളയും കൊലയും ബലാത്സംഗവും ബന്ദിയാക്കലും നടന്നപ്പോൾ ആ കൊച്ചു രാജ്യം മാത്രമല്ല ലോകം മൊത്തം ഒന്ന് നടുങ്ങിപ്പോയിരുന്നു. എന്നാൽ 2024 അവസാനിക്കുമ്പോൾ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ ശത്രുക്കളെ പിന്തുടർന്ന് കൊല്ലുന്ന ഇസ്രായേലിന്റെ ജയഭേരിയാണ് ലോകം കണ്ടിരിക്കുന്നത്. നേതാക്കളെ ഒന്നൊന്നായി കൊന്നൊടുക്കി ഹമാസിനെ ഏതാണ്ട് ഇല്ലാതാക്കി. പേജർ ആക്രമണത്തിൽ ആകെ പതറിപ്പോയ ഹിസ്ബുള്ളയുടെ നേതാക്കളും കണ്ണടച്ചു തുറക്കും മുമ്പ് കൊല്ലപ്പെട്ടിരുന്നു. ഹൂതി വിമതരെയും ഒരു പരിധിവരെ ഒതുക്കി. ഇറാനിൽ ആക്രമണം നടത്തി അവരെയും ഞെട്ടിച്ചു. ഓരോരോ പ്രധാന സംഭവം നടക്കുമ്പോഴും നെതന്യാഹു ലോകത്തെ അഭിസംബോധന ചെയ്തത് അതിശക്തമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗം ഇറാനുള്ള മുന്നറിയിപ്പാണ്. ഗസയിൽ 50,000-ഓളം പേർ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ UN വരെ കുറ്റപ്പെടുത്തുമ്പോൾ നെതന്യാഹുവിന് കുലുക്കമില്ല. ഗാസയിലെ മുഴുവൻ തുരങ്കങ്ങളും നിർവീര്യമാക്കി ബന്ദികളെ മോചിപ്പിച്ച ശേഷമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാദം. ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള നിരവധി ലോകരാജ്യങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു വാദത്തെ ഇപ്പോൾ വളരെ ഭയത്തോടെയാണ് കാണുന്നത്. എന്നാൽ ഇനി ലോകത്ത് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.